വളരെ പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യവും അതിൻ്റെ 20 മുതൽ 21 വാക്യങ്ങളും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. മതി. ഞങ്ങളുടെ പ്രിയ പിതാവേ, അവിടുത്തെ പുത്രൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി തിരുമുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നു. ദൈവശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. ആത്മീക ദൂതനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ആത്മസന്തോഷത്തോടെ ദൈവം ഞങ്ങളെ അയക്കണമേ. നിത്യരാജ്യത്തിൻ്റെ സന്തോഷത്താൽ ദൈവം ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളിൽ കർത്താവെ ഇന്ന് പകൽ ഇവിടെ ഉയരേണ്ടത് കർത്താവിൻ്റെ നാമമാണ്. ഞങ്ങളുടെ നാമമോ ഞങ്ങളുടെ മഹത്വമോ ഒന്നും ഇവിടെ എടുക്കണ്ട. ദൈവത്തിൻ്റെ നാമം മാത്രം ഇന്ന് പകൽ ഇവിടെ മഹത്വം എടുക്കട്ടെ. വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഹൃദ്യമായി വ്യക്തമായി സംസാരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. മഹത്വമെല്ലാം കർത്താവ് എടുക്കും, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹീതമായ ദൈവവചനത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്കെല്ലാവർക്കും പരിചിതമായ വേദഭാഗമായിരിക്കാം, നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ള ഭാഗമായിരിക്കാം. ദൈവാത്മാവ് എനിക്ക് തന്ന ചില ആത്മിക ദൂതുകൾ ദൈവമക്കളുമായി ഷെയർ ചെയ്ത് വേഗത്തിൽ ആയിരിക്കാൻ സമയോചിതമായി ശുശ്രൂഷിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ആമേൻ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ കർത്താവ് വിവിധങ്ങളായ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വിവിധങ്ങളായ യാത്രകൾ നടത്തി അനേക സംഭവങ്ങൾ നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ടെങ്കിലും വളരെ വ്യത്യസ്തമായ ഒരു ഭാഗമാണ്. കർത്താവ് ബഥാന്യ വിട്ട് പോരുമ്പോൾ 12-ാമത്തെ വാക്യം കർത്താവിന് വളരെ വിശന്നു. 13-ാമത്തെ വാക്യം അവൻ ഇലയുള്ള ഒരത്തിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ടു. അതിൻ്റെ അടുക്കൽ ചെന്ന് വല്ലതും കണ്ടു കിട്ടുമോ എന്ന് കരുതി അടുക്കൽ ചെന്ന് നോക്കിയപ്പോൾ വീണ്ടും അവിടെ സാക്ഷ്യപ്പെടുത്തുന്നു, ഇലയല്ലാതെ ഫലമൊന്നും അതിൽ കണ്ടില്ല. ആമേൻ. കർത്താവിന് വിശന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് ഭക്ഷിക്കാം എന്നുള്ള താല്പര്യത്തോടെയാണ് അത്തിയെ നോക്കുന്നത്. ആ 13-ാമത്തെ വാക്യമാണ് നമ്മുടെ വിഷയം. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് അവൻ ഇലയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ടു. ഫലമുള്ള അത്തിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ടെന്നല്ല, ഇലയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ടു. എന്നാൽ ദൂരെ നിന്ന് നോക്കിയതിൻ്റെ കുഴപ്പമായിരിക്കാം. നമ്മുടെ കർത്താവിന് തെറ്റുപറ്റില്ല. നമ്മളെല്ലാവരും കണ്ണാടി ഉപയോഗിക്കുന്നവരാണ്. ലോങ് സൈറ്റുമുണ്ട്, ഷോർട്ട് സൈറ്റുമുണ്ട്. ദൂരെ നിന്ന് നോക്കിയാൽ കാണാത്തത് എന്തെങ്കിലും ഇലകൾക്കിടയിൽ മറഞ്ഞ് എന്തെങ്കിലും ഒരു ഫലം അത്തിയിലുണ്ടോ എന്ന് കർത്താവ് ആഗ്രഹിച്ചുകൊണ്ട് അടുത്ത് ചെന്ന് അത്തിയുടെ അരികിൽ ചെന്ന് നോക്കുമ്പോൾ സെയിം റിസൾട്ടാണ്. അവിടെ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു, അതിൽ ഇലയല്ലാതെ ഫലമൊന്നുമില്ലായിരുന്നു. ആമേൻ, സ്തോത്രം. ഇലകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, അതിനകത്ത് ഫലമില്ല. ആ ഫലമില്ലാത്ത അത്തിയെ കണ്ട് കർത്താവ് പറഞ്ഞു, മേലാൽ നിങ്ങൾ നിന്ന് ആരും ഫലം തിന്നാതിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇലകൾ കൊണ്ട് നിറയുന്നതല്ല ഒരു ഫലത്തെ, ഒരു വൃക്ഷത്തിൻ്റെ പുഷ്ടി എന്ന് പറയുന്നത്. വൃക്ഷത്തെ ഇല കൊണ്ടറിയാമെന്നല്ല പറയുന്നത്, വൃക്ഷത്തെ ഫലം കൊണ്ടാണ് അറിയാവുന്നത്. ആമേൻ, സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഇന്ന് പകലത്ത് നമ്മുടെ പ്രമേയം അതാണ്, വിഷയം അതാണ്. ആത്മാവിൽ ഫലമുള്ളൊരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. നമ്മളെല്ലാവരും വളർന്നു ഇലകളാൽ സമ്പുഷ്ടമായി. പക്ഷേ ഇന്ന് പകലത്തെ ആരാധനയിലും ദൈവം നോക്കുന്നത് ഇലകൾ എത്ര പേർക്കുണ്ടെന്നല്ല, ഫലം എത്ര പേരിലുണ്ടെന്നാണ്. ആമേൻ. കാലങ്ങളായി നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു, കാലങ്ങളായി നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു. ദീർഘവർഷങ്ങളായി പെന്തക്കോസ്തുകാരായി ആത്മാവിലും സത്യത്തിലും ദൈവത്തെ സേവിക്കുന്നവരായിരിക്കെ തന്നെ ഇലകൾക്കപ്പുറം ഒരാത്മീക ഫലം നമ്മുടെ ആത്മീക മണ്ഡലത്തിൽ ഉണ്ടാകണമെന്ന് എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ ഈ കാണുന്നതൊക്കെ ഇലകളാണ്. ആമേൻ. ഇല എന്താണ്, ഫലം എന്താണ് എന്ന് ദൈവമക്കൾ അറിയണം. നന്മ എന്താണ്, അനുഗ്രഹം എന്താണ് എന്ന് ദൈവമക്കൾ അറിയണം. നന്മയല്ല അനുഗ്രഹം, അനുഗ്രഹമല്ല നന്മ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എല്ലാവർക്കും ഇലകളായപ്പോൾ ഫലത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് ദൈവസഭയിൽ നിന്ന്, ദൈവജനത്തിൽ നിന്ന് മാറുകയാണ്. പക്ഷെ ലോകം നോക്കുന്നത് ഇലയാണ്. ആമേൻ. എന്തെങ്കിലുമൊക്കെ പച്ചപ്പുണ്ടോ, പടർന്നിട്ടുണ്ടോ, വിശാലത വന്നിട്ടുണ്ടോ? ദൈവത്തിന്റെ വിഷയം നമ്മുടെ ഭൗതിക സ്റ്റാറ്റസ് അല്ല, ആത്മീക സ്റ്റാറ്റസ് ആണ്. ആമേൻ. കർത്താവ് അതിനെ നോക്കിയപ്പോൾ അതിൽ ഫലമൊന്നും കണ്ടില്ല. സ്തോത്രം. ആമേൻ. ആ വാക്ക് എന്നെ വളരെ ചിന്തിപ്പിച്ചു. ഫലമൊന്നും കണ്ടില്ല. ഒരു ചെറിയ ഫലം പോലും ആ അത്തിക്കകത്ത് ഇല്ലായിരുന്നു. സ്തോത്രം. ഈ ഇലകൾ എന്ന് പറയുമ്പോൾ നമ്മൾ നേടിയതും ദൈവം നമുക്ക് നൽകിയതും, ദൈവമാണല്ലോ നമ്മളെ ഇത്രത്തോളം കൊണ്ടുവന്നത്, ദൈവമാണല്ലോ ഈ രാജ്യത്ത് നമ്മളെ പാർപ്പിച്ചിരിക്കുന്നത്, ദൈവമാണല്ലോ നമുക്ക് തലമുറകളെ നൽകിയത്, ദൈവമാണല്ലോ നമുക്ക് ജോലി നൽകിയത്, ദൈവമാണല്ലോ നമുക്ക് നന്മകളൊക്കെ നൽകിയത്. പക്ഷേ അതിനപ്പുറം ഒരു സ്പിരിച്വൽ ഗ്രോത്ത്
ഫലത്തിന് വേണ്ടി ദൈവസഭയ്ക്കകത്ത് ദൈവമക്കൾക്ക് ഇൻഡിവിജ്വലായി വ്യക്തിപരമായ ഒരു വാഞ്ച ഉണ്ടായിരിക്കണം. ആത്മാവിൽ എനിക്കൊരു കിളിർപ്പ് ആവശ്യമാണ്. ആമേൻ. ദൈവരാജ്യത്തിനൊത്ത്, ആമേൻ, ദൈവഹിതത്തിനൊത്ത്, നിത്യതയ്ക്കൊത്ത് ഒന്ന് വളരാൻ, ഫലം കായ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുക. ദൈവം നമുക്ക് വീട് തന്നെങ്കിൽ അത് ഇലയാണ്. ദൈവം നമുക്ക് വാഹനം തന്നെങ്കിൽ ഇതൊക്കെ ഇലകളാണ്. ദൈവം നമുക്ക് നല്ല നന്മകളൊക്കെ ഒരുക്കി തന്നെങ്കിൽ ഇതൊക്കെ ഇലകളാണ്. പക്ഷേ ഇലകൾ കൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വർഷമാകണം 2025. ആമേൻ. ദൈവം നമ്മളെക്കുറിച്ച് അങ്ങനെ ആഗ്രഹിക്കുന്നത് ഫലവത്തായ ഒരു ആത്മീയ ജീവിതം നയിക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അത്തിയെ കണ്ടിട്ട് മേലാൽ നിങ്ങളിൽ നിന്ന് ഫലം തിന്നാതിരിക്കട്ടെ. എന്തിനാ കർത്താവ് അങ്ങനെ പറഞ്ഞത്? അത്തി ഉണങ്ങിപ്പോകട്ടെ എന്നല്ല നമ്മുടെ കർത്താവ് പറഞ്ഞത്. മേലാലും നിങ്ങളിൽ നിന്ന് ആരും ഫലം തിന്നാതിരിക്കട്ടെ. ആ തൽഫലമായി അതിൻ്റെ റിസൾട്ടാണ് അത്തി എന്ത് ചെയ്തത്? ഉണങ്ങി. കാരണം ദൈവം ആഗ്രഹിച്ച സമയത്ത്, ആമേൻ, ദൈവം പ്രതീക്ഷിച്ച സമയത്ത്, ദൈവത്തിന് വിശന്ന സമയത്ത്, അതിനെ ആത്മീകമായി ഞാൻ അത് ഇങ്ങനെ എടുക്കുകയാണ്. ദൈവം തിരഞ്ഞ സമയത്ത്, ദൈവം ആവശ്യകതയോടെ നോക്കുന്ന സമയത്ത്, ദൈവത്തിന് ആഗ്രഹിക്കത്തക്ക വിധത്തിൽ, ദൈവരാജ്യത്തിന് കൊള്ളാവുന്ന തരത്തിൽ ഒരു ഫലമില്ലെങ്കിൽ എന്നേക്കുമായി ഉണക്കിക്കളയാൻ അധികാരമുള്ള ഒരു ന്യായകർത്താവിനെ കൂടിയാണ് നമ്മൾ ഇന്ന് പകൽ ആരാധിക്കുന്നതെന്ന് ദൈവഭയമുള്ള ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുകയാണ്. ഇന്നത്തെ കാലത്ത് ഫലത്തെക്കുറിച്ചും ആത്മീക വളർച്ചയെക്കുറിച്ചും ദൈവമക്കൾക്ക് ചിന്തയില്ലാത്തതിൻ്റെ കാരണം ന്യായം വിധിക്കുന്ന കർത്താവിനെ കുറിച്ച് ആരും പ്രസംഗിക്കുന്നില്ല. നമ്മളെ വിധിക്കുന്ന അതോറിറ്റിയുള്ള ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നില്ല. ഞാൻ പ്രസംഗിക്കുന്നത് അനുഗ്രഹിക്കുന്ന ദൈവത്തെ മാത്രമല്ല. നമ്മൾ ഇന്ന് പകൽ ആരാധിച്ചത് നമ്മുടെ എല്ലാ കാര്യത്തിനും നമ്മുടെ ഒപ്പം നിൽക്കുന്ന ദൈവത്തെ മാത്രമല്ല, തൻ്റെ വിശുദ്ധിക്കൊത്ത് തൻ്റെ സഭ വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പരമോന്നത ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തെ ഉൾക്കൊള്ളിക്കാൻ നമ്മുടെ മനസ്സിന് കഴിയത്തില്ല. ദൈവം എന്താണെന്ന് ഒരായുസല്ല, നിത്യതയിൽ പോയി 1000 യുഗം വാണാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. അനാദിയും ശാശ്വതനുമായ ഈ സർവശക്തനെ ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ചത് നമ്മുടെ കഴിവല്ല, നമ്മുടെ വിദ്യാഭ്യാസമല്ല, നമ്മുടെ പ്രാപ്തിയല്ല. അവനൊപ്പമാകാൻ കഴിഞ്ഞില്ലെങ്കിലും അവനിലുള്ള ചിലതെങ്കിലും നമ്മളിലേക്കൊന്ന് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവാകാൻ നമുക്ക് കഴിയില്ല, പൗലോസ് ആകാൻ നമുക്ക് കഴിയില്ല. ആമേൻ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പൗലോസ് ആകാൻ നമുക്ക് പറ്റിയില്ലെങ്കിലും പൗലോസ് നടന്നപ്പോൾ ഒരു കാറ്റടിച്ചായിരുന്നു. ആമേൻ. ആ കാറ്റെങ്കിലും നമ്മുടെ ദേഹത്തടിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. ആമേൻ. ആ പൗലോസിൽ ചിലത് നമ്മൾ ആരെ അനുഗമിക്കണം? വേദപുസ്തകം പഠിക്കുമ്പോൾ യേശുക്രിസ്തു കഴിഞ്ഞാൽ എന്നെ അനുകരിപ്പിൻ എന്ന് പറഞ്ഞ, ആമേൻ, യോഗ്യതയുള്ള പ്രാഗൽഭ്യമുള്ള ഒരേ ഒരു അപ്പോസ്തലനേ ഉള്ളൂ. അവന്റെ പേരാണ് പൗലോസ്. ആമേൻ. നമുക്ക് ഇതൊന്നും ആകാൻ പൂർണ്ണമായി കഴിഞ്ഞില്ലെങ്കിലും അതാകാൻ വേണ്ടി ഡെയിലി ലൈഫിൽ ട്രൈ ചെയ്യുന്നവർക്കായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഈ ട്രൈയിങ്ങിന്റെ ഇടയിൽ എപ്പോഴൊക്കെയോ നമ്മുടെ കർത്താവ് വരാൻ സാധ്യതയുണ്ട്. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു ഈ സമീപകാല ഭാവിയിൽ നമ്മുടെ കർത്താവ് വരും? ആമേൻ. നമ്മുടെ കർത്താവ് വരുന്നു എന്ന് കേൾക്കുമ്പോഴാണ് നമ്മൾ ഉറക്കെ ദൈവത്തെ സ്തുതിക്കേണ്ടത്. ആമേൻ. നമ്മൾ വന്നത് മറ്റാരെയും പ്രതീക്ഷിച്ചല്ല. നമ്മൾ പെന്തക്കോസ്തിൽ വന്നത് മറ്റാരെയും പ്രതീക്ഷിച്ചല്ല. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. എനിക്ക് ആരാധിക്കാൻ ഒരേ ഒരു കാരണം, അവൻ എൻ്റെ വീണ്ടെടുപ്പുകാരനായതുകൊണ്ട്, അവൻ്റെ രക്ഷകനായതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും. പ്രൈസ് ദി ലോർഡ്. നിത്യത എന്ന ആ ഒരു കൺസെപ്റ്റ്, ആത്മീകമായി വളരുക എന്നുള്ള ആ ഒരു ആത്മീക നേട്ടത്തെക്കുറിച്ച് സഭ ഫോക്കസ് ചെയ്യുന്നില്ലെങ്കിൽ, പെന്തക്കോസ്റ്റ് ഫോക്കസ് ചെയ്യുന്നില്ലെങ്കിൽ, നമ്മൾ പെന്തക്കോസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ദൈവം നമ്മളെ മിഡിൽ ഈസ്റ്റിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഈ കാനഡയിലും നോർത്ത് അമേരിക്കയിലും ഒക്കെ ദൈവം നമ്മളെ അയച്ചത് നമ്മുടെ ഭൗതിക സ്റ്റാറ്റസ് മാത്രം മെച്ചപ്പെടുത്തി ഒതുങ്ങി ആരാധിക്കാനല്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പലയിടത്തും പോയപ്പോൾ പറയുക, ചിലരൊക്കെ ഈ കാനഡയിലെ വിന്റർ പോലെയാണ് ആത്മീയതയും. ആമേൻ. കാനഡയിലെ വിന്റർ പോലെയാ, അങ്ങ് ശൈത്യമാ. ഇന്ന് പകൽ എന്തും സംഭവിക്കട്ടെ. എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നുണ്ട്, മാതാപിതാക്കളായ നിങ്ങൾ ആത്മീക ഫലത്തിന് വേണ്ടി വാഞ്ചിച്ചെങ്കിലേ ഈ തലമുറയെ പിശാച് കൊണ്ടുപോകാതിരിക്കത്തുള്ളൂ. എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ തലമുറ ആത്മീകമായി വളരണമെന്ന്?
ആത്മീകമായി അവർ വളരണമെന്ന് വാഞ്ചിക്കേണ്ടത് മാതാപിതാക്കളെ കണ്ടിട്ട്, ആത്മീകരെ കണ്ടിട്ട്, നമ്മുടെ നടപ്പ് കണ്ടിട്ട്, നമ്മുടെ ജീവിതം കണ്ടിട്ട് അവരുടെ അകത്തൊരു വാഞ്ച ഉണ്ടാകണം. ഈ ആത്മീകമായി ജീവിച്ചാൽ എന്താ ഗുണമെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആദിമ പിതാക്കന്മാരെ കണ്ട് ഒരു എൻകറേജ് അടുത്ത തലമുറയ്ക്ക് വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ആത്മീകമായ നടപ്പാണെങ്കിൽ. കാലം കുറെ മുൻപോട്ട് പോയപ്പോൾ ആത്മീകതയെ ചവിട്ടിയെറിഞ്ഞു കളഞ്ഞു. ജഡീകത ദൈവസഭയ്ക്കകത്ത് ആത്മീയരുടെ അകത്ത് കയറിയപ്പോൾ ഫലത്തെ കുറിച്ചുള്ള ചിന്ത മാറി. ഇപ്പോൾ എല്ലാരും പറയാ, ഞാൻ വളർന്നു. ആമേൻ. എവിടെ വരെ വളർന്നു? ആമേൻ. എങ്ങനെ വളർന്നു? എങ്ങനെ എത്താൻ കഴിഞ്ഞു? ഒന്ന് പരിശോധിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ വേഗത്തിൽ പോകട്ടെ, ഒന്ന് രണ്ട് കാര്യം കൂടെ പറയേണ്ടതുള്ളത് കൊണ്ട്. ആ 21 വരുമ്പോൾ പത്രോസ് പറയുന്ന ഒരു വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ. ആമേൻ. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു, റബ്ബി നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയി എന്നല്ല, ഉണങ്ങിപ്പോയല്ലോ. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചോ? ഉണങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മലയാളത്തിൽ ഉണങ്ങിപ്പോയി. എനിക്കറിയായിരുന്നു ഇങ്ങോട്ട് വന്നപ്പം ആ അത്തിക്കകത്ത് ഫലമൊന്നും കണ്ടില്ല, ഭക്ഷിക്കാൻ കിട്ടാഞ്ഞതുകൊണ്ട് കർത്താവ് അതിനെ നോക്കി അങ്ങ് ശപിച്ചു എന്നും പറഞ്ഞ് ഉണങ്ങാനൊന്നും പോകുന്നില്ല. തിരിച്ചു വരുമ്പോഴേ പച്ചപ്പടക്കനെ അത്തി അവിടെ നിൽക്കുമെന്നാ പുള്ളി വിചാരിച്ചത്. ഉണങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എനിക്കറിയാമായിരുന്നു അപ്പോഴേ അങ്ങനെ സംഭവിക്കും. എനിക്കതൊരു അതിശയോക്തിയല്ല. ആമേൻ. എനിക്കറിയാവുന്ന കാര്യമായിരുന്നു. പക്ഷെ ഉണങ്ങിപ്പോയല്ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ എൻ്റെ ജന്മത്തിൽ വിചാരിച്ചില്ല ഈ അത്തി വേരോടെ ഉണങ്ങിപ്പോകുമെന്ന്. ഉണങ്ങിപ്പോയല്ലോ എന്ന് പറഞ്ഞാൽ എന്നാലും അത് സംഭവിച്ചല്ലോ. അന്ന് ഇദ്ദേഹത്തിൻ്റെ അകത്തൊരു ദൈവഭയം കയറി. എന്താ ദൈവഭയം കയറിയത്? അപ്പം തിന്നാനും നന്മ തരാനും രോഗിയെ സൗഖ്യമാക്കാനും വിശന്നിരിക്കുന്നവൻ ആഹാരം കൊടുക്കാനും കുരുടന്റെ കണ്ണു തുറക്കാനും മുടന്തനെ എഴുന്നേൽപ്പിക്കാനും കഴിയുന്ന സാധാരണ ഒരു വൈദ്യൻ മാത്രമല്ല ഞാൻ ആരാധിക്കുന്ന കർത്താവ്. നാവിന്റെ മേൽ പരമാധികാരമുള്ള സർവശക്തനാണ് എൻ്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് സാധാരണ ലാട വൈദ്യനല്ല. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങൾ മാത്രം പ്രവർത്തിക്കുന്ന ഒരു സാധാരണ ദൈവമല്ല. മറ്റു ദൈവങ്ങളിൽ നിന്ന് അവനെ വ്യത്യസ്തനാക്കുന്നത് അവൻ ന്യായം വിധിക്കാൻ യോഗ്യതയുള്ള ദൈവപുത്രനാണ്. അനുഗ്രഹിക്കാൻ കഴിയുന്ന അതേ നാവ് കൊണ്ട് തന്നെ ആമേൻ ഉണക്കിക്കളയാൻ, വെട്ടിക്കളയാൻ കർത്താവിനറിയാം. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഞാൻ വാക്യം വായിക്കുന്നില്ല. 7 സഭയ്ക്ക് ആത്മീക ദൂത് കൈമാറുമ്പോൾ പെർഗമോസിലെ സഭയോട് പറയുന്ന ഒരു വാക്ക്, നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എൻ്റെ വായിലെ വാളുകൊണ്ട് ഞാൻ നിന്നോട് പോരാടും. ഞാൻ ചിന്തിച്ചെന്താ വായിലെ വാള്? ഈ വായിലെ വാളെന്താണ്? നാക്കാണ്, അധരമാണ്. അതിൻ്റെ അർത്ഥം എന്താ പ്രിയരെ? ഒരു നാക്ക് കൊണ്ട് തന്നെ തൻ്റെ മക്കളെ അനുഗ്രഹിക്കാൻ, നിന്നെ മാനിക്കാൻ, നിന്നെ വിടുവിക്കാൻ, നിന്നെ ശക്തീകരിക്കാൻ കഴിയുന്ന അതേ അധരത്തിന് തന്നെ നേരോടെ നടന്നില്ലെങ്കിൽ അതേ നാവിനെ ഒരു വാളാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അതും നാം ആരാധിക്കുന്ന കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് വെട്ടിക്കളയും, ദൈവം ഉണക്കിക്കളയും എന്നൊക്കെ പറയുമ്പം നമുക്കൊരു സന്തോഷമില്ല. ആമേൻ. അതെന്താ സന്തോഷമില്ലാത്തത്? ഇന്ന് പകൽ നമ്മുടെ ദൈവത്തെ ഭയത്തോടെ ആരാധിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. നമ്മൾ പെർഫോമൻസിനല്ല ഇവിടെ രാവിലെ വന്നത്, നമ്മളെ കാണിക്കാനല്ല ഇവിടെ വന്നത്. നമ്മുടെ അകത്തൊരു ദൈവ കുഞ്ഞാടുണ്ട്, അവനെ വെളിപ്പെടുത്താനാ വന്നത്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? അപ്പോൾ ഉണങ്ങിപ്പോയല്ലോ, ഞാൻ വിചാരിച്ചിങ്ങനെ സംഭവിക്കത്തില്ലെന്ന്. അപ്പൊ ഫലമില്ലെങ്കിൽ ഉണക്കിക്കളയും. അപ്പൊ ചിന്തിക്കുക, എനിക്കിതുവരെ ഒന്നും സംഭവിച്ചില്ലല്ലോ, നമുക്കിതുവരെ ഒന്നും സംഭവിച്ചില്ലല്ലോ, എനിക്കിതുവരെ ഒന്നും വന്നില്ലല്ലോ. ഇന്ന് പകൽ ഞാൻ നിങ്ങളൊരു ദൈവിക ദൂത് പറയാം, ഒരു പ്രവചന ശബ്ദം പോലെ പറയാം. ഈ അത്തിയേക്കാൾ മിടുക്കരായതുകൊണ്ടല്ല ഈ കാനഡയിൽ, ഈ ടൊറന്റോയിൽ ഇന്ന് പകൽ ഈ ആലയത്തിൽ നിന്ന് സ്തോത്രം പറയാൻ നിന്റെ നാവിന് ശക്തി നൽകിയത്. ഈ അത്തിയേക്കാൾ മിടുക്കനായിട്ടല്ല, അത്തിയോട് കാണിക്കാത്തൊരു ഫേവർ, അത്തിയോട് കാണിക്കാത്തൊരു മേഴ്സി, അത്തിയോട് കാണിക്കാത്തൊരു ദയ ഇന്ന് പകൽ എൻ്റെ തലമുറയോടും എന്നോടും കാണിച്ചത് കൊണ്ട് ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള സാക്ഷിയായി ദൈവത്തെ ആരാധിക്കാൻ കഴിഞ്ഞു. നമ്മൾ വലിയവരായിട്ടല്ല, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ സൗന്ദര്യമല്ല, എഡ്യൂക്കേഷനല്ല. എന്നാൽ ഇന്ന് പകൽ ദൈവമക്കൾ ആത്മാർത്ഥമായി പറ, എന്നെ ഉണക്കാതെ, എന്നെ വെട്ടിക്കളയാതെ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലൊന്ന് വളരാൻ. പ്രൈസ് ദി ലോർഡ്. സഭയുടെ വളർച്ച
എന്താണ് സ്പിരിച്വൽ ഗ്രോത്ത്? ആത്മീകമായിട്ടുള്ള വളർച്ച എന്ന് പറയുന്നത് ഭൗതിക നേട്ടമല്ല, നമ്മൾ ചിന്തിക്കുന്നതല്ല. ക്രിസ്തുവിൽ വളരണം ദൈവമക്കളെ. ആമേൻ. ആത്മീകമായി മാറണം. ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് എടുത്ത് കാണിച്ച് ഞാൻ മുൻപോട്ട് പോകാം. നമുക്ക് എല്ലാവർക്കും യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം, 2-ാമത്തെ വാക്യം. ആമേൻ. എല്ലാവർക്കും അറിയാം, ആ മുന്തിരിയെയും തോട്ടക്കാരനെയൊക്കെ അറിയാം. പക്ഷേ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, 2-ാമത്തെ വാക്യം. ആമേൻ. 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എന്നിൽ കായ്ക്കാത്ത. ആ വേർഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ. തോട്ടക്കാരൻ, പ്രൈസ് ദി ലോർഡ്, മുന്തിരിവള്ളി ക്രിസ്തു, തോട്ടക്കാരൻ പിതാവ്. അടുത്ത വാക്ക് എന്നിൽ കായ്ക്കാത്ത. അവിടെ ഇങ്ങനെയല്ല വാക്യം എഴുതിയിരിക്കുന്നത്, കായ്ക്കാത്ത ഫലമൊക്കെയും നീക്കിക്കളയുമെന്നാണോ? അല്ല. ആ വേർഡ് ശ്രദ്ധിച്ചോ, എന്നിൽ. എന്നിൽ. ആ എന്നിൽ ആരാണ്? ക്രിസ്തുവിൽ. ക്രിസ്തുവിൽ. അപ്പോൾ എങ്ങനെയെങ്കിലും നടന്ന് കായ്ക്കുന്നതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഫലം കായ്ക്കുന്നവൻ ക്രിസ്തുവിൽ കായ്ക്കണം. എനിക്ക് അത് കിട്ടി ഇത് കിട്ടി അതല്ല. ആ വേർഡ് എന്നിൽ. നിന്റെ ഫലം പുറത്തു വന്നത് ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയോട് അറ്റാച്ച് ചെയ്ത് നിന്നുകൊണ്ടാണോ? ആമേൻ. നിന്നിൽ ഫലം പുറത്തു കൊണ്ടുവന്നു. അല്ല, ഈ ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയോട് ചേർന്ന് നിന്നില്ലെങ്കിൽ ഫലമുണ്ടായാൽ എന്നാ കുഴപ്പം? കാട്ടുമുന്തിരിങ്ങ കായ്ക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. കാട്ടൊലിവിൽ നിന്ന് വെട്ടി ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയോട് ദൈവം നിന്നെ ചേർത്തത് കയ്പ് മുന്തിരിങ്ങയുടെ നുകരം ആ ഒരു ഇത് നിന്റെ അകത്തുനിന്ന് പുറപ്പെടാനല്ല. ആത്മീയന്റെ ഫലത്തിനകത്തൊരു മധുരമുണ്ട്. ആമേൻ. എത്ര ദൈവമക്കൾ അത് വിശ്വസിക്കുന്നുണ്ട്? അതുകൊണ്ട് ക്രിസ്തുവിൽ ഫലം കായ്ക്കണം. പ്രൈസ്. അപ്പൊ എങ്ങനെയുള്ള ഫലമാ ദൈവം ആഗ്രഹിക്കുന്നത്? എങ്ങനെയുള്ള? അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞ പക്ഷം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. അതാണ് ഏറ്റവും കുറഞ്ഞ പക്ഷം ദൈവം ആഗ്രഹിക്കുന്ന ഫലം. എന്താണ് 3-ാം അധ്യായം 8-ാം വാക്യം പറയുന്നത്? മാനസാന്തരത്തിന് യോഗ്യമായ സ്തോത്രം. എങ്ങനെയുള്ള ഫലമായിരിക്കണം? അപ്പൊ ഗുണപ്പെടാത്ത ഫലമൊന്നും ദൈവത്തിന് വേണ്ട. പ്രൈസ് ദി ലോർഡ്. മാനസാന്തരത്തിന് യോഗ്യമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കഴിക്കണം. ഇങ്ങനെയൊന്നും ആയിക്കഴിഞ്ഞാൽ സ്വർഗം സന്തോഷിക്കുമെന്നേ. ആമേൻ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കഴിക്കണം എന്നിത് പറഞ്ഞിട്ടേ അടുത്തൊരു വാക്കെന്നെ ശ്രദ്ധിപ്പിച്ചത്, പഴയ നിയമത്തിൽ ഒരു കാര്യം എടുത്തു പറയണം. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്നുള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ജനിപ്പിക്കാൻ അബ്രഹാമിന് പറ്റും, അതെനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് പറയുന്നു, വൃക്ഷത്തിന്റെ ചവിട്ടിൽ ഒരു കോടാലി വെച്ചിരിക്കുന്നു. അപ്പം ഇതിന്റെ ഇടയ്ക്ക് അബ്രഹാം കല്ലുകള് മക്കളെ ജനിപ്പി. ഇതെന്തിനാ പറഞ്ഞത്? ഞാനിത് പറഞ്ഞപ്പോ ദൈവാത്മാവ് എനിക്ക് തന്നൊരു ദൂത് ഞാൻ നിങ്ങളോട് പറയാം. ഈ മാനസാന്തരത്തിന് യോഗ്യമായി ഫലം കായ്ക്കണം എന്ന് പറഞ്ഞിട്ട് എന്തിനായി അബ്രഹാമിന്റെ കാര്യമൊക്കെ പറയുന്നത്? അവിടെ ഒരു വാക്കുണ്ട്, അത് തുനിയരുത്. തുനിയരുത് എന്നൊരു വാക്ക് കണ്ടോ? അത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ മാനസാന്തരത്തിന് യോഗ്യമായി ഫലം കായ്ക്കാൻ പറയുമ്പോൾ ഇവർ ഈ പഴയ പാരമ്പര്യം കൊണ്ട് ഇങ്ങോട്ട് വരുമെന്നറിയാം. ഹലോ, ഇവർ ഈ പഴയ പാരമ്പര്യം കൊണ്ട് ഇങ്ങോട്ട് വരും. അതുകൊണ്ട് കർത്താവ് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ അങ്ങോട്ട് ആ വായങ്ങ് അടച്ചു. ആമേൻ. നിങ്ങൾ ശ്രദ്ധിച്ചോ. എന്നിട്ട് പറയുക, എന്നുള്ളം കൊണ്ട് പറയാൻ തുനിയരുത്. അതിന്റെ അർത്ഥം, നിന്റെ അപ്പൻ അബ്രഹാം ആണെങ്കിലും അവന് കല്ലുകളിൽ നിന്ന് മക്കളെ ജനിപ്പിക്കാൻ കഴിയുമെങ്കിലും നിന്റെ ഹിസ്റ്ററി കൊണ്ട് ദൈവരാജ്യത്തിൽ പോകാൻ പറ്റത്തില്ല. നിന്റെ ഹിസ്റ്ററി കൊണ്ട് നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇന്നലകളിലെ തഴക്കമല്ല ഫലത്തിന്റെ കാരണം. പാരമ്പര്യത്തിനപ്പുറം അതെന്തുമായിക്കൊള്ളട്ടെ, ഇന്ന് നീ ക്രിസ്തുവിൽ ആരാണ്? 25 വർഷമായി ദൈവത്തിൽ. ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല. അത് ഈ ഇരമ്യാ പ്രവാചകൻ 2-ാം അധ്യായം എഴുതിയപ്പോൾ എല്ലാം ഒന്നും പറയാൻ സമയമില്ല. 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഇസ്രായേലിനെ നോക്കി പറയുക, നീ മരുഭൂമിയിൽ എന്നെ അനുഗമിച്ച് നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും, ആമേൻ, വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ അറിയുന്നു എന്നല്ല, ഞാൻ ഓർക്കുന്നു എന്നാ. ഓർക്കുന്നു എന്ന് പറഞ്ഞ ഇറ്റ് ഈസ് എ പാസ്റ്റ്. പ്രസന്റ് അത് ഇല്ല. ഭക്തി ഉണ്ടായിരുന്ന ഒരു കാലം, കൊയ്ത്തില്ലെങ്കിലും വിതയില്ലെങ്കിലും തരിശുനിലമായിരുന്ന കാലം, എന്റെ ജനം ഭക്തിയോടെ ദൈവത്തെ ആരാധിച്ചൊരു കാലം പ്രവാചകൻ ഓർക്കുകയാണ്. യഹോവയായ ദൈവം ഓർക്കുക എന്ന് പറയുന്ന പോലെ ചില ആൾക്കാര്, ഇന്നലകളിൽ ഞാൻ അങ്ങനെയായിരുന്നു, ഇന്നലകളിൽ ഞാൻ ഇങ്ങനെയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ എപ്പോഴും പറയും, ചില ആൾക്കാര് ഈ എക്സ് മിലിറ്ററിക്കാരെ കൂട്ടാ. എക്സ് മിലിറ്ററിക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർക്ക് കൈ കൊടുത്ത് അവരോട് സംസാരിച്ചാൽ അവരാദ്യം ഷെയ്ക്കാണ്ടൊക്കെ കൊടുത്ത് ഹലോ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പറയുന്നത്, അവർക്ക് ചരിത്രം പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. അവർ പറഞ്ഞൊരു വാക്കുണ്ട്, വെൻ ഐ വാസ് ഇൻ 1973 ഇൻ കാശ്മീർ, when I was in 1983 in Delhi. ഞാൻ ഡൽഹിയിലായിരുന്നപ്പോൾ. ഇതുപോലെയാണ് ചില പെന്തക്കോസുകാര്,
ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ചില ദൈവമക്കള്, ഞാൻ 1983, 1990, 2002 ഞാനായിരുന്നു സഭയുടെ ഏറ്റവും പ്രധാന ആള്, ഞാനാണ് സഭ വെച്ചത്, എൻ്റെ പിതാക്കന്മാരാണ് ചെയ്തോ. ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല. അവൻ വൃക്ഷത്തിന്റെ ചവിട്ടിൽ കോടാലി വെക്കുന്നത് പഴക്കം നോക്കിയല്ല, തഴക്കം നോക്കിയല്ല, ഹെഡ് വെയിറ്റ് നോക്കിയല്ല. നീ കർത്താവിൽ ആഗ്രഹിക്കത്തക്ക വിധത്തിൽ ഒരു വളർച്ചയില്ലെങ്കിൽ അവൻ ആയുധം വെക്കാൻ അധികാരമുള്ള ദൈവമാണെന്ന് പറഞ്ഞാൽ അവന്റെ മഹത്വത്തിനൊത്ത് അവനെ ആരാധിക്കാൻ കഴിയുന്ന ദൈവമക്കൾ ആ കാര്യം ഉയർത്തി ഇന്ന് മകൾ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് പറ, എന്നെ വെട്ടാതെ നിർത്തണമെന്ന്. അപ്പൊ ഇന്നലകളിലെ തഴക്കൊന്നും ദൈവത്തിന് വിഷയമല്ല. ദൈവം അങ്ങോട്ട് പറ, ഇതൊന്നും പറയണ്ട, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കഴിക്കണം. ഈ ചെവിട്ടിൽ കോടാലി വെക്കുന്നു, ആ ഭാഷ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ പ്രസംഗങ്ങളൊക്കെ കൊമ്പ് മുറിക്കുന്ന പ്രസംഗമാണ്. ചെവിട്ടിലല്ല, കൊമ്പ് കോതുക, പോളിഷ് ചെയ്ത്, വൈറ്റ് വാഷ് ചെയ്ത്, അഡ്ജസ്റ്റ് ചെയ്ത്, തഴക്കത്തിൽ മെഴുക്കത്തിലൊക്കെ കൊണ്ടുപോയി കൊമ്പ് ചെത്തി പൊക്കോട്ടെ. ഈ പരിപാടി ദൈവത്തിനില്ല. സഭകൾക്ക് അങ്ങനെ ചെയ്യാം, പ്രസ്ഥാനങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാം. കൊമ്പ് മുറിക്കുന്നതല്ല ദൈവവചനം. അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് അവൻ ചെവിട്ടിലാ കോടാലി വെക്കുന്നത്. അപ്പുറത്തെ വൃക്ഷത്തെ നിങ്ങൾ കണ്ടോ? കൊമ്പ് ഉണക്കി കളഞ്ഞെന്നാണോ? വേരോടെ ഉണങ്ങിപ്പോയി. അതിൻ്റെ അർത്ഥം ദൈവം ഒരുവനെ വെട്ടിയാൽ പിന്നെ ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. പിശാച് ഒതുക്കി വെച്ച പല ബന്ധനങ്ങളിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നതേ നീ ദൈവ പൈതലായി മാറാനാണെങ്കിൽ, ദൈവം നിന്നെ ഈ തോട്ടത്തിനകത്താക്കിയത് പിന്നെ പഴയ കൊമ്പിന്റെ പുറകെ പോകാനല്ല. ദൈവം ക്ഷമിക്കാമെടുത്തോളം ക്ഷമിച്ചു. അവൻ ഇന്നും കാത്തിരിക്കയാണ് എന്നിലേക്ക് ഒന്ന് വളരാൻ. 2025 ദൈവസഭ, ദൈവജനം കാട്ടുവള്ളികളുമായി ബന്ധപ്പെട്ട് ഫലം കായ്ക്കേണ്ട നാളല്ല. നമ്മളെ വിളിച്ച വിളിക്കൊത്തവണ്ണം, തെരഞ്ഞെടുപ്പിനൊത്തവണ്ണം ഈ ശാലേം ചർച്ചിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളോട് പറയുന്നു, 2025 പൈശാചിക മണ്ഡലങ്ങളോട്, ലോകത്തോട്, ലോകശക്തികളോട്, പാപശക്തികളോട്, പൈശാചിക മണ്ഡലത്തോട് ആത്മാവിൽ വിളിച്ചു പറ, എൻ്റെ കുടുംബത്തിനകത്ത് കയറാനോ ആത്മമണ്ഡലങ്ങളെ തൊടാനോ ഒരു ശക്തിയും അനുവദിക്കാതെ വണ്ണം ഞാൻ എൻ്റെ തോട്ടം സംരക്ഷിക്കുന്ന വർഷമാണ്. ഈ തലമുറ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. ഞാൻ എൻ്റെ 7ാമത്തെ വയസ്സിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കാൻ തുടങ്ങിയ ആളാണ്. അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാം. ഞാൻ 9ാമത്തെ വയസ്സ് മുതൽ പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും 10ാമത്തെ വയസ്സിൽ പോയി ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അതൊന്നും പ്രൗഢിന് വേണ്ടി പറയുകയല്ല. ഞാനത് പറഞ്ഞതിൻ്റെ കാര്യം എന്താ? ഒരുവനെ ഉപയോഗിക്കാൻ ദൈവത്തിന് പ്രായം ഒരു വിഷയമല്ല. കഴിഞ്ഞ 24 കൊല്ലമായിട്ട് ഞാൻ എൻ്റെ യേശുവിനെ പ്രസംഗിക്കുന്നു. എൻ്റെ അകത്തൊരു ചിന്തയുള്ളൂ. ഞാൻ ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട് പറയട്ടെ, ഈ ലോകത്തെത്ര വലിയവരാകുന്നതിനേക്കാൾ നല്ലത് ബാല്യവും യൗവനവും കർത്താവിന് വേണ്ടി കൊടുത്താൽ അതല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് പേര് പറഞ്ഞു നിൽക്കത്തില്ല, തീർന്നു പോകും. ആമേൻ. കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ഒരു മാതാവിനെ എനിക്കറിയാം. എൻ്റെ മമ്മി നിത്യത വിശ്രമിക്കുന്നു. എൻ്റെ അമ്മ എൻ്റെ ബെഡിൻ്റെ അടുക്കൽ വന്ന് എൻ്റെ 11, 12 വയസ്സിലൊക്കെ കരഞ്ഞ് രാത്രികളിൽ, അവൻ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ 15, 16 വയസ്സുകളിൽ ഞാൻ ശുശ്രൂഷിച്ച് ഞാൻ എൻ്റെ ബെഡ്റൂമിൽ എൻ്റെ ബെഡിൽ കിടക്കുമ്പോൾ എൻ്റെ കട്ടിലിൻ്റെ അരികിൽ വന്ന് മണിക്കൂർ എൻ്റെ അമ്മ കരഞ്ഞ കരച്ചിൽ, എൻ്റെ കുഞ്ഞിനെ മാനിക്കണമേ, രാജ്യങ്ങളിൽ കൊണ്ടുപോകണേ, ഒന്നുമല്ല, ഈ കൃപ എടുക്കല്ലേ, ഈ ശക്തി എടുക്കല്ലേ. ചിലപ്പോൾ നമ്മുടെ ശുശ്രൂഷയിൽ ഗ്രാഫ് താഴാം. ഈ വർഷമുള്ള മീറ്റിംഗ് അടുത്ത വർഷം കിട്ടണമെന്നില്ല. ഈ വർഷം ഇതെന്ന് പറയാൻ അഭിഷേകം അകത്തുണ്ടോ, ദൈവകൃപ അകത്തുണ്ടോ? ആരൊക്കെ ലോയാക്കാൻ നോക്കിയാലും ദൈവകൃപ നിന്നെ വളർത്തും. ഒരുപാട് വൈഡ് ആകുന്നതല്ല ആത്മീക വളർച്ച, ഉൾക്കാമ്പുണ്ടായിരിക്കണം. ആ ഉൾക്കാമ്പെന്ന് പറഞ്ഞാൽ അതാ ഈ പറയുന്നത്. അത് കണ്ട ദൈവം വെട്ടിക്കളയത്തില്ല. എത്ര പേർക്ക് സ്വാതന്ത്ര്യത്തോടെ പറയാം, ദൈവം എന്നെ നിലനിർത്തണമേ എന്ന്? ഓടിയതും അധ്വാനിച്ചതും വൃഥാവായി പോകരുത്. നമ്മൾ ഈ കണ്ട ഇലകളിലൊന്നും തൃപ്തരാകരുത്. സഭയുടെ വളർച്ച വേഗത്തിൽ കൊരിന്തി ലേഖനത്തിലേക്ക് ഒന്ന് വന്നേ. കൊരിന്തി ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെ അല്ല. എന്താണ് ഈ ആത്മീക വളർച്ച? ചിലർ വിചാരിച്ചിരിക്കുന്നത് കൃപാവരങ്ങളൊക്കെ വന്ന് ആ ഒരു ട്രെൻഡിലോട്ട് പോവുകയാണ്. ഇതൊക്കെ അങ്ങോട്ട് ആകുമ്പോഴത്തേന് അതിനെ ഞാനൊന്ന് ഇപ്പോഴത്തെ ദുരുപദേശങ്ങളെ ഒന്ന് ക്രോസ് ചെയ്ത് ഞാനൊരു കാര്യം തെളിയിച്ച് പറയാൻ പോയി. ഈ 1-ാം അധ്യായം 1 Corinthians, അതേ 1 Corinthians തന്നെ, chapter 1 verse 7 ഒന്ന് വായിച്ചേ.
ഇതേ ആൾക്കാരെ പറ്റി 1:7 എന്താ പറയുന്നത്? ഈ 2 വാക്യങ്ങളൊന്ന് നോക്കിക്കേ. പറയുന്നത് പൗലോസ്, കേൾക്കുന്നത് കൊരിന്ത്യൻസ്, അവർക്ക് വേണ്ടിയാണിത് പറയുന്നത്. അവരോട് പറയുകയാണ് 3-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ, നിങ്ങൾ ജഡീകന്മാരാണ്. ഈ പൗലോസിന് ഒരു പ്രത്യേകതയുണ്ട്. ജഡീകനെ കാണുമ്പോൾ പൗലോസ് വിളിക്കുന്ന ജഡീകാന്ന് തന്നെയാ. ആരും മിണ്ടുന്നില്ല. അല്ലാതെ ജഡീകനെ കാണുമ്പോൾ ഓക്കെ എനിക്കറിയാം നിങ്ങൾ, നോ, ഒരു വൈറ്റ് വാഷ് ഇല്ല. കാര്യം പുള്ളിക്ക് ആരും നോക്കണ്ട, അതുകൊണ്ട് ഓപ്പൺ ആയിട്ട് അങ്ങ് പറയുക. കാര്യം എന്നറിയോ, പുള്ളി പ്രസംഗിച്ച് കുടിലിൽ നിന്ന് കൊട്ടാരത്തിലോട്ട് പോയ കക്ഷിയല്ല. പുള്ളി പ്രസംഗിച്ച് കർത്താവിന് വേണ്ടി ഇറങ്ങി കൊട്ടാരത്തിൽ നിന്ന് കുടിലോട്ട് വന്നതാ. നമ്മൾ ഈ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയപ്പം പൗലോസിനേക്കാൾ ഫേവർ ദൈവം നമ്മളോട് കാണിച്ചെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാര്യം നമ്മുടെ കുടില് മാറി കൊട്ടാരം വന്നു. പക്ഷെ പൗലോസിന് കുടിലേ ഉണ്ടായിരുന്നെങ്കിലും പുള്ളിക്ക് ഇലയല്ല ഫലമായിരുന്നു വിഷയം. അതുകൊണ്ടാണ് അവസാനം വരെ കർത്താവിന് വേണ്ടി നിന്നത്. പൗലോസിനേക്കാൾ ഞാൻ ഈ ദിവസങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, പൗലോസിന്റെ കൂട്ട് നമുക്ക് ആകാൻ പറ്റില്ല പ്രിയരെ. അതിന്റെ കാര്യം പൗലോസിന്റെ പാറ്റേൺ വേറെയാണ്, പൗലോസിന്റെ ചിന്താഗതി വേറെയാണ്. എങ്കിൽ നമുക്ക് ഇത്രയൊക്കെ ഇല തന്നില്ലേ? ഹലോ, ഇത്രയൊക്കെ ഇല ദൈവം തന്നില്ലേ? എങ്കിൽ ഇന്ന് പകലൊന്ന് കരഞ്ഞു ഹൃദയത്തിൽ കൈവച്ചോണ്ട് ആത്മാവിൽ പറയണം, ഈ ഇലകൾക്കപ്പുറം ഒരു ആത്മീക വളർച്ച. തലമുറകളിൽ അത് പ്രതീക്ഷിക്കുന്ന ദൈവമക്കളുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം, ഏറ്റവും നല്ല, ഓക്കെ, ഇതൊക്കെ നല്ല കാര്യം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആത്മീയ കാര്യത്തെ ഫോക്കസ് ചെയ്താൽ നിന്റെ ഭൗതിക പ്രാർത്ഥനകൾ ഇല്ലാതെ തന്നെ നിന്റെ സന്തതികൾക്ക് ഈ ലോകത്ത് മാനമായത് തരാൻ കഴിയുന്നൊരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. എടാ, നീതിയോടെ ദൈവത്തെ സേവിച്ചാൽ വിശക്കുന്നവൻ ആഹാരം വേണമെന്ന് ദൈവത്തിന് അറിയത്തില്ലേ? ഉടുക്കാൻ വസ്ത്രം വേണമെന്ന് ദൈവത്തിന് അറിയത്തില്ലേ? അഡ്മിഷൻ വേണമെന്ന് ദൈവത്തിന് അറിയത്തില്ലേ? ജോലി വേണമെന്ന് അറിയത്തില്ലേ? നീ ദൈവത്തെ ധരിപ്പിക്കണ്ട. നമുക്ക് ദൈവത്തെ ധരിപ്പിക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ. തന്റെ ദേഹമെന്ന തിരശീല ചീന്തി തന്റെ രക്തത്താൽ സഭയെ വീണ്ടെടുത്തെങ്കിൽ ഞാൻ വീണ്ടെടുത്തതിനൊത്തവണ്ണം എന്റെ കാന്ത റെഡിയാണ്. ഇത് ധരിപ്പിച്ചാൽ മതി. ഇതാരെയാ? സഭയല്ല, പാസ്റ്ററിനെ അല്ല, കൂട്ടുവിശ്വാസിയല്ല, കർത്താവിനെ ധരിപ്പിക്കണം. കർത്താവിനെ ബോധ്യം വേണം നമ്മളെക്കുറിച്ച്. ആമേൻ. അപ്പൊ എവിടെയാ ഞാൻ ഈ വാക്യം എടുത്തതിനാ? 1:7 പറയുന്നു, ഇവരെ പോലെ കൃപാവര പ്രാപ്തന്മാരെ ഞാൻ കണ്ടിട്ടില്ല. മിഡിൽ ഈസ്റ്റിലൊക്കെ പറഞ്ഞാൽ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ സാധനം അടുക്കി വെച്ചേക്കുന്നത് പോലെ അവർക്ക് കൃപാവരമുണ്ട്. ഇവിടെ പറഞ്ഞാൽ കോസ്കോയിലും സൂപ്പർ സ്റ്റോറിലും സാധനം വെച്ചേക്കുന്ന പോലെ ഏതെടുത്താലും എന്നോടതുപോലെ പ്രവചനം വേണോ, വെളിപ്പാട് വേണോ, എല്ലാം ഉണ്ട്. ഇവരെ തന്നെ പൗലോസ് വിളിക്കുക ജഡീകന്മാരാണെന്ന്. അതിന്റെ അർത്ഥം എന്താ? 3-ാം വാക്യത്തിൽ പറയുക, നിങ്ങൾക്ക് ഭക്ഷണമല്ല പാല തന്നത്, ആമേൻ, എങ്കിലും നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ കഴിവായിട്ടില്ല. എന്താണ് ആത്മീക വളർച്ച? ദൈവം എന്നെ അവിടെ സ്റ്റഡി ചെയ്ത ഒരു കാര്യം എന്നറിയാമോ? സ്പിരിച്വൽ ഗ്രോത്ത്, ആത്മീകമായ ഫലം, ആത്മീകമായ വളർച്ച എന്ന് പറഞ്ഞാൽ പ്രവചിക്കുന്നതല്ല. ഇവരെല്ലാം കൃപാവരമുള്ളവരല്ലേ? എന്തുകൊണ്ട് അവരെ ആത്മീകരെന്ന് പറഞ്ഞ് പൗലോസ് പൊക്കിയില്ല? ദൈവം കാണുന്ന ആത്മീക വളർച്ച പ്രവാചകന്മാർ കൂടുന്നതല്ല, കൺവെൻഷൻ പ്രാസംഗികന്മാർ കൂടുന്നതല്ല, വെളിപ്പാട് പറയുന്നവർ കൂടുന്നതല്ല, ആരാധിക്കുന്നവരുടെ സംഘം കൂടുന്നതല്ല. ആരാധിക്കുന്നവൻ അവന്റെ വിശുദ്ധിക്കൊത്തു വളരുമ്പോഴാണ് അവൻ ആത്മീകനായി മാറുന്നത്. അവിടെ എഴുതിയിരിക്കുകയാണ്, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ശേഷം മനുഷ്യനെ പോലെ നടക്കുന്നവനും. ഒന്ന് വ്യാഖ്യാനിക്കാൻ നേരം പോരാ. ആമേൻ. ഇതെല്ലാം നിങ്ങളുടെ ഇടയിൽ ഇരിക്കെ തന്നെ നിങ്ങൾ പ്രവചിക്കുന്നുണ്ട്. ഇതൊക്കെ ഇരിക്കെ തന്നെ നിങ്ങൾ അകത്ത് കയറുമ്പോൾ ഭയങ്കരമായിട്ട് ആത്മാവിലാകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല സ്പിരിച്വൽ ഗ്രോത്ത്, ആത്മീക വളർച്ച എന്ന് പറയുന്നത് ആരാധനയുടെ പവർ കൊണ്ടല്ല, ശബ്ദത്തിന്റെ കാഠിന്യം കൊണ്ടല്ല, പ്രസംഗത്തിന്റെ വൈഭവം കൊണ്ടല്ല. ഇന്നും ഈർഷ്യയെ ജയിക്കാൻ, പകയെ ജയിക്കാൻ, ആമേൻ, നിസ്സാര കാര്യത്തിന് പിള്ളേർ മുട്ടായി കിട്ടാത്തവ പ്രശ്നം ഉണ്ടാക്കുന്നത് പോലെ ചില ആൾക്കാർ ഇന്നും പിണങ്ങി തൊട്ടു മാന്തി നിസ്സാര കാര്യം. അതിന്റെ അർത്ഥം എന്താ? ആത്മീകമായി മെച്ചൂരിറ്റി ഇല്ല, പക്വതയില്ലാത്ത സഭ. ഇന്ന് സഭകളുടെ തകർച്ച എന്ന് പറഞ്ഞാൽ സ്പിരിച്വലി പവർഫുൾ ആകാനുള്ള സാധനം പറയുന്നുണ്ട്, പക്ഷെ സ്പിരിച്വലി മെച്ചൂരിറ്റി ഇല്ല. അതുകൊണ്ടാണ് നിസാര കാര്യം. അപ്പൊ പിശാചിന് കയറി വരാൻ എളുപ്പമാണ്. ഒരു ചെറിയ പിണക്ക് വിട്ടു, ചെറിയൊരു ഈർഷ്യ ഇട്ടു, പിന്നെ ആദ്യം കിടന്നങ്ങ് പിശാചി കളിക്കുക, പിന്നെ സഭയെ വലിച്ചോണ്ട് പോകുക. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ദൂത് പറയാം, അവനുള്ള തുറുപ്പ് ചീട്ട് കൊടുത്ത് സഭയാകുന്ന തോട്ടം ലോകത്തിലേക്ക് പോകാതെ അവന്റെ പഴുതുകളെ അടച്ച് ദൈവസഭ ജയം പ്രാപിക്കണം. ആ ഒരു ആത്മീയ വളർച്ച ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്?
ഹല്ലേലൂയ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പതറാതെ കർത്താവിന് അനുയോജ്യമായി ജീവിക്കണം ദൈവമക്കളെ. അതുകൊണ്ട് കൊരിന്ത്യ ലേഖനം തെളിയിക്കുന്നു, പ്രവചനമല്ല, വ്യാഖ്യാനമല്ല, ഇതൊക്കെ നല്ലതാ. പ്രവചിച്ചോ, പ്രാർത്ഥിച്ചോ, പാടിക്കോ, പക്ഷേ പാടുന്നവന്റെ ജീവിതം വിശുദ്ധമായിരിക്കണം. ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് ദൈവസഭയ്ക്കകത്ത് കയറിയാൽ ആരാധന കണ്ടുകൊണ്ട് നീ ആരാധിച്ചോ, നീ ശനിയാഴ്ച വരെ എങ്ങനെയും ജീവിച്ചോ, ഇത് ദൈവസഭയ്ക്ക് ഭൂഷണമല്ല. ആമേൻ. ദൈവസഭയ്ക്ക് യോഗ്യമല്ല. ദൈവസഭയ്ക്ക് യോഗ്യം എന്താണെന്ന് ചോദിച്ചാൽ യോഗ്യനായ ദൈവകുഞ്ഞാടിനെ നോക്കി ഒരു ജീവിതം നയിക്കണം. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ദൈവം നമ്മളെ വെട്ടിക്കളയാതെ നിർത്തണമെങ്കിൽ ക്രിസ്തുവിനോട് ചേർന്ന് കായ്ക്കണം ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ക്രിസ്തുവിനോട് ചേർന്ന് വരുമ്പോൾ ഈ ഫലത്തെ നഷ്ടമാക്കാൻ ചില കാട്ടുവള്ളികളൊക്കെ നമ്മളെ പിന്തുടരും, നമ്മളെ തകർത്ത് കളയാൻ. പക്ഷെ അതിനെയൊക്കെ നമ്മൾ ജയിക്കണം. ആ കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് എൻ്റെ മെസ്സേജ് ഞാൻ അവസാനിപ്പിക്കാം. ജഡ്ജസ്, ന്യായാധിപന്മാർ 9-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള 1-2 വാക്യങ്ങൾ വായിച്ചേ. പണ്ടൊരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ പോയി. അല്ല, അവ ഒലിവ് വൃക്ഷത്തോട് നീ ഞങ്ങൾക്ക് ആരായിരിക്കണം? രാജാവായിരിക്കണം. നമ്മുടെ വിഷയം ഇതാണ്, ഫലം ഉണ്ടാകണം. ഇനി പറയുന്ന കാര്യം, ഫലം ഉണ്ടാകാൻ തുടങ്ങിയ പിന്നെ ആ ഫലത്തെ കണ്ടുകൊണ്ട് വരുന്ന പ്രലോഭനങ്ങളുണ്ട്. ഏദം തോട്ടത്തിൽ നമ്മുടെ ഹൗവ അമ്മച്ചിയെ ചതിച്ച ആ പഴയ പാമ്പ്, ആമേൻ, ഇതിനെയൊക്കെ ജയിച്ച് കാൽവറിയിൽ വീണ്ടെടുപ്പൊക്കെ നമുക്ക് കണ്ണെന്നൊക്കെ പ്രസംഗിക്കുന്നെങ്കിൽ ഞാൻ എപ്പോഴും ഓർക്കുകയാണ് ഈ ബിലയാമിന്റെ കാര്യം. പത്രോസ് ലേഖനം എഴുതിയപ്പോൾ ഞാൻ വായിച്ചപ്പോൾ ചിന്തിച്ചു, എടാ പഴയ നിയമത്തിലെ ബിലയാമിനെ എങ്ങനെയാ പത്രോസ് പുതിയ നിയമത്തിൽ പറയുന്നത്? അപ്പോൾ നമ്മൾ തുയത്തൈരിയ സഭയ്ക്ക് ആത്മാവ് വെളിപ്പാട് കൈമാറുമ്പോൾ, ദൂത് കൈമാറുമ്പോൾ പറയുന്നു, ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. അപ്പോഴും ചിന്തിക്കുക, പഴയ നിയമത്തിലല്ലേ ഇസബേൽ, പഴയ നിയമത്തിലല്ലേ ബിലയാം? ഇതൊക്കെ പുതിയ നിയമസഭയ്ക്കകത്ത് എന്തുകൊണ്ട് എഴുതി? പഴയ നിയമത്തിലെയാണ് ബിലയാം. ശരിയാ, അതാ എൻ്റെ ചോദ്യവും. പഴയ നിയമത്തിലെയാണ് ഇസബേൽ. പക്ഷേ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ചിട്ടും ഇതിന്റെ സ്വഭാവം വിടാൻ തയ്യാറാത്തവർ ദൈവസഭയിലുണ്ട്. ഹലോ, ഇസബേൽ പോയിട്ട് കുറെ നാളായി. ഹലോ, ആഹാബ് പോയിട്ട് കുറെ നാളായി. ബിലയാം പോയിട്ട് കുറെ നാളായി. അതാ പിശാചിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. നീ വളരാൻ അനുവദിക്കത്തില്ല, നിനക്കെതിരെ പ്രലോഭനങ്ങൾ ഇടും. ഇവിടെ അത്തിവൃക്ഷത്തോട് പറയുകയാണല്ലേ, സ്വത്രം, നീ ഒരു വൃക്ഷത്തോട് നീ ഞങ്ങൾക്ക്. എല്ലാവർക്കും ഏറ്റവും വലിയ ഇഷ്ടമാണ് പൊസിഷൻ. ഐ മീൻ, എന്തെങ്കിലും ഒരു പൊസിഷൻ കിട്ടിയാൽ, നമ്മൾക്ക് എങ്ങനെയാണ് ഈ ഓഫർ കിട്ടിയെങ്കിൽ നമ്മൾ എന്നാ പറഞ്ഞു, കർത്താവേ കഴിഞ്ഞ 25 കൊല്ലമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് ദൈവം എനിക്ക് പരിഹാരം തന്നു, ഇതായിരുന്നു. ആമേൻ. അങ്ങനെയാണോ പറഞ്ഞ പുള്ളി? അല്ല. പറഞ്ഞ വാക്കൊന്ന് ശ്രദ്ധിച്ചേ. അടുത്ത വാക്യത്തിൽ, ആമേൻ, 9-ാമത്തെ വാക്യത്തിൽ പറയുക, ആമേൻ, അതിന് ഒലിവ് വൃക്ഷം ദൈവവും മനുഷ്യരും എന്നെ പുകഴ്ത്തുവാൻ ഹേതുവായ എന്റെ പുഷ്ടി നഷ്ടപ്പെടുത്തിയിട്ട് ഞാൻ വൃക്ഷങ്ങളുടെ മേൽ. 2025 ദൈവസഭ ഇങ്ങനെ പറയണം, അവൻ എന്നെ ആടാൻ വിളിച്ചാൽ, അവൻ എന്നെ പാടാൻ വിളിച്ചാൽ, ആ സ്ഥാനമല്ല എനിക്ക് വലുത്, അതിനേക്കാൾ വിലയേറിയ ഒരു അഭിഷേകമായി എനിക്ക് വലുത്. എന്താ പുഷ്ടി? വായിപ്പിക്കാൻ സമയമില്ല, വേണമെങ്കിൽ നോട്ട് ചെയ്തോ. യെശയ്യാ പ്രവചനം 10-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറയുന്നു, ചുമട് അവരുടെ മുതുകത്തുനിന്ന് ഞാൻ നീക്കും, പുഷ്ടി നിമിത്തം അവരുടെ മുഖം ഒടിഞ്ഞു പോകും. എന്താ വാട്ട് യു മീൻ ബൈ പുഷ്ടി? എന്താ പുഷ്ടി? അഭിഷേകത്തിന്റെ പുഷ്ടി. 2025 ശാലേം ദൈവസഭയിൽ നമുക്ക് പൊസിഷൻ അല്ല വലുത്, പുഷ്ടിയാ വലുത്. പിശാച് നാണം കെട്ട് പോകണോന്നേ. പ്രൈസ് ദി ലോർഡ്. നീ എനിക്ക് സ്ഥാനം തന്നാൽ, ഞാൻ നിനക്ക് കിങ് ആയിട്ടിരുന്നാൽ, ഞാൻ നിനക്ക് രാജാവായിട്ടിരുന്നാൽ എനിക്ക് പൊസിഷൻ ഓക്കെയാ, പക്ഷെ അഭിഷേകം കാണത്തില്ല. അഭിഷേകം നഷ്ടപ്പെട്ട ഒരുപാട് രാജാക്കന്മാർ ഇന്ന് ആത്മീയ മേഖലയിലും ഉണ്ട്. ശൗൽ രാജാവായിരുന്നു, അഭിഷേകം നഷ്ടപ്പെട്ടപ്പോൾ ശൗൽ ആരായിരുന്നു? രാജാവായിരുന്നു. പക്ഷെ സ്ഥാനമല്ല വലുത്, അഭിഷേകമാണ് വലുത്. ഈ തോമാച്ചാനെ കിട്ടിയില്ലെങ്കിൽ വേവിച്ചാനെ പിടിക്കുന്നെന്ന് പറഞ്ഞതുപോലെയാണ് ഈ ഒലിവിനെ കിട്ടാത്തപ്പോൾ അത്തി എടുത്തോട്ട് എന്നിട്ട് പറഞ്ഞത്, നീ ഞങ്ങൾക്ക് രാജാവായിരിക്കും. അത്തി എടുത്ത് എന്നപ്പോഴും അത്തി എന്താ പറഞ്ഞേ? നീ ഒലിവിൻ്റെ അടുക്ക പോയ സമയം കൊണ്ട് നീ എൻ്റെ അടുത്തോട്ട് വന്നായിരുന്നേ ഞാൻ എന്നേ നിനക്ക് രാജാവായിട്ടിരുന്നേ. അങ്ങനെയാണല്ലോ പറഞ്ഞേ. അല്ല, ഞാൻ എൻ്റെ വിശേഷപ്പെട്ട പഴവും മധുരവും ഉപേക്ഷിച്ചിട്ട് ഞാൻ നിന്റെ കൂടെ ആടാൻ വരുത്തില്ല. വിശേഷപ്പെട്ട പഴമെന്ന് ചുമ്മാ പറഞ്ഞതല്ല. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചോ. യെശയ്യാ ചാപ്റ്റർ 38 വേഴ്സ് 21. എന്താണ് ആ അത്തിപ്പഴം? വിശേഷമെന്ന് പറഞ്ഞാൽ സാധാരണമല്ല. ഹിസ്കിയ രാജാവിനെ നമുക്കറിയാം. ഹിസ്കിയ രാജാവ് മരിക്കത്തക്ക രോഗം ബാധിച്ച് കിടക്കയിൽ കിടക്കുമ്പോൾ പ്രവാചകനോട് പറഞ്ഞൊരു വാക്കുണ്ട്, അത്തിപ്പഴക്കട്ട കൊണ്ടുവന്ന് അവന്റെ പരിവിന്റെ മേൽ പുരട്ടണം. എന്താണ് ഞാനിത് പറഞ്ഞതിന്റെ കാരണം? മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് കിടന്ന ഒരു രാജാവിന്റെ രോഗത്തെ ഒറ്റ
ഒരൊറ്റ നിമിഷം കൊണ്ട് മാറ്റിയത് ഈ അത്തിപ്പഴത്തിന്റെ ശ്രേഷ്ഠതയാണെങ്കിൽ, ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന അത്തിപ്പഴങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിൽ ഫലം കായ്ക്കുന്ന ദൈവമക്കൾ പറയണം, അനേകരെ സൗഖ്യമാക്കാൻ ഒരു ദൈവകൃപ, അനേകരെ വിടുവിക്കാൻ ഒരു ദൈവശക്തി എൻ്റെ മേലുള്ളപ്പോൾ അതിനേക്കാൾ വലുതല്ല നീ തരുന്ന പദവി. ഇന്ന് പകൽ മുന്തിരിയോട് ചോദിച്ചപ്പോഴും ആ രസം നഷ്ടപ്പെടുത്തിയിട്ട് ഞാൻ നിന്റെ കൂടെ ആടാൻ വരത്തില്ല. എന്താ രസത്തിന്റെ പ്രത്യേകത? 1 രാജാക്കന്മാർ 21 ചോദിച്ചാൽ നാബോത്ത് പറയും, എന്റെ പിതാക്കന്മാരുടെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരത്തില്ല. ആഹാബേ, നീ വെച്ച് തീട്ടുന്ന ഡ്യൂപ്ലിക്കേറ്റ് മുന്തിരിങ്ങയുടെ പുറകിൽ, മുന്തിരി എന്ന് തോന്നിപ്പിക്കുന്ന മുന്തിരിയുടെ പുറകിലും, നീ എനിക്കൊരുക്കുന്ന ചീരത്തോട്ടത്തിന്റെ പുറകിലും ഞാൻ വരാത്തതിന്റെ കാര്യം, നീ എനിക്ക് 1000 ഏക്കർ മുന്തിരിത്തോട്ടം തന്നാലും എന്റെ പിതാക്കന്മാരുടെ മുന്തിരി ചക്കിനകത്ത് വെച്ച് പിഴിയുമ്പോൾ അതിനകത്തുനിന്ന് വരുന്ന രസമുണ്ടല്ലോ, നീ തരുന്ന മുന്തിരിങ്ങയിൽ കാണില്ല. ഇന്ന് പകൽ ഈ തലമുറ ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട് പറയണം, വചനം വിട്ടൊരു നനം എനിക്ക് വേണ്ട, വചനം വിട്ടൊരു മധുരം എനിക്ക് വേണ്ട, പ്രമാണം വിട്ട് ഒരു പദവി എനിക്ക് വേണ്ട. നാബോത്തിനെ പോലെ തോട്ടം കാക്കുന്നവർ ദൈവസഭയിലുണ്ടെങ്കിൽ അതാണ് സഭയുടെ വളർച്ച. നാബോത്തിനെ നിർത്തുന്നു, നാബോത്തിനെ ചതിച്ചു കൊന്നു. ചതിച്ചു വന്നപ്പോ എന്നാ വിചാരിച്ച ഇതോടെ തീർന്നെന്ന്? നാബോത്തെ, നീ ഭാരപ്പെടണ്ട. നീ ഇത്രയും നാൾ വില കൊടുത്തത് ഈ തോട്ടത്തിന് വേണ്ടിയാണെങ്കിൽ നിന്നേക്കാൾ കരുത്തരായ ഒരുത്തനെ തിഷ്പ്യയിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ ഞാൻ സർവശക്തനാ. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട് ഒരു ദൂത് പറഞ്ഞ് ഞാൻ നിർത്താം. നീ നാബോത്തിന്റെ ദൗത്യം ഏറ്റെടുത്താൽ നിന്റെ തലമുറ നീ പോയാലും ഈ തോട്ടത്തിന് വേണ്ടി ദൈവം അവരെ എഴുന്നേൽപ്പിച്ച് നിർത്തും. അതുകൊണ്ട് ഓർക്കുക, ഒരു നാബോത്ത് നിന്നാൽ അടുത്തൊരു പ്രവാചകൻ എഴുന്നേൽക്കും. പക്ഷെ ആര് നിൽക്കും ഈ തലമുറയിൽ ദൈവത്തിന് വേണ്ടി? അതുകൊണ്ട് മുന്തിരിങ്ങയുടെ രസം നഷ്ടപ്പെടുത്താത്ത, അത്തിപ്പഴത്തിന്റെ സേട്ട നഷ്ടപ്പെടുത്താതെ ക്രിസ്തുവിൽ ഫലമുള്ളവരാകാൻ, ക്രിസ്തുവിൽ ഫലമുള്ളവരാകാൻ, കർത്താവിന് വേണ്ടി പ്രയോജനമായ ഒരാത്മിക ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കണം. 1 മിനിറ്റ് ഒന്ന് കണ്ണടച്ച് കർത്താവ് ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിന് യോഗ്യമായി, ദൈവസഭയ്ക്ക് യോഗ്യമായി ദൈവരെ പണിയണമേ. ഈ ലോകത്തിന്റെ മാനത്തെക്കാൾ ആത്മീക പുഷ്ടിക്കും ദൈവവചനത്തിനും പ്രാധാന്യം കൊടുക്കാൻ, ആത്മാവിൽ വളരാൻ ദൈവസഭയെ അനുവദിക്കണം. ശാലേം ചർച്ച് 2025 ക്രിസ്തുവിൽ ഫലവത്താകട്ടെ. കുഞ്ഞുങ്ങൾ അങ്ങനെ ആകട്ടെ. ഈ തലമുറയിൽ ഞങ്ങൾക്ക് വെച്ച് നീട്ടുന്ന ഓഫർ അല്ല വേണ്ടത്, വചനം പറയുന്ന പുഷ്ടി ഞങ്ങൾക്ക് വേണം. അതിനായി സഭയെ പ്രിപ്പയർ ചെയ്യണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഗോഡ്.